ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് അജ്മാൻ സൂവിലെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. ഇത്രയും കാലമായിട്ട് യു എയിൽ വന്നിട്ട് തൊട്ടടുത്തുള്ള അജ്മാൻ സൂവിൽ പോയില്ല എന്നാണ് മോശമല്ലേ. എന്നാൽ പിന്നെ എന്നാണ് അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. പിന്നെ എങ്ങനെ പോകുന്നതായി അടുത്ത ക്വസ്റ്റ്യന്. ഞങ്ങൾ സ്വന്തമായിട്ട് വണ്ടിയൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഇനിയിപ്പോൾ ടാക്സി തന്നെ ആശ്രയം. പിന്നെ ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ടെന്നുണ്ട്. ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ഫിലിപ്പിയൻ ലേഡിയാണ്. ഒരു ബജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് ഞങ്ങൾ ഉദ്ദേശം. പിന്നെ ടാക്സി ഉണ്ട്. ടാക്സിക്ക് 30 ദിർഹായി. പിന്നെ അവിടെ എൻട്രൻസ് ഫീ വരുന്നത് പെർ ഹെഡ് 20 ദിർഹാണ്. സൺഡേ ആയതിനെ കൊണ്ടായിരിക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ ലൊക്കേഷൻ വരുന്നത് അജ്മാൻ അൽസോഹറയാണ്. അവിടെ എത്തിയാൽ എല്ലാവരുടെ കയ്യിലും പുല്ല് കണ്ടിട്ട് എല്ലാവരും പശുവിനും പോത്തിനും ആടിനൊക്കെ പുല്ലായിട്ടിരിക്കുന്നു. എനിക്കും പുല്ലാണെന്ന് ഒറ്റ പറിച്ചില്ല. പിന്നെ എങ്ങനെ വാങ്ങി കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിനെക്കാട്ടും വല്ല അതിശയം ആ പുല്ല് വാങ്ങാൻ ആടെ പോയാലും ഒരു പുല്ലിന് 5 ദിർഹം. പഠിച്ച നൈറ്റ് ഒരു കച്ചവടം ഇവിടെ തുടങ്ങിയാലോ എന്ന് വരെ ആലോചിച്ച് വയ്ക്കണം. നല്ല ക്യൂട്ട് മുയൽ. അങ്ങനെ മക്കളുടെ അടുത്തു നിന്നൊക്കെ തല്ല് കൂടിയിട്ട് ആളതിനെ കയ്യിലാക്കിയിട്ട് നല്ല താലോലിക്കലും കൊഞ്ചിക്കലും കണ്ടിട്ടാണെങ്കിലോ ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല. നാട്ടിൽ ആടിനെക്കാട്ടും കൂടുതൽ എന്ത് പ്രത്യേകതയാണ് ഇവിടുത്തെ ആടിനെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് കുറേ ആൾക്കാർ പീനട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് എന്തായാലും കടല കൊടുക്കുന്നതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളെ നാട്ടിൽ കൂടുതലും പ്ലാവിലാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ പ്ലാവില കിട്ടാത്തതിനെ കൊണ്ടായിരിക്കും. ഏതായാലും ഇതിക്കൊരു പുതിയൊരു അറിവാണ്. കാരണം ആടിന് നല്ല ഇഷ്ടമാണ് പീനട്ട് ഉള്ളത്. പശുവും പോത്തും ആടും ഒക്കെ തന്നെ അല്ലല്ലോ. ഇതിൽ കൂടുതലായിട്ട് വേറെ എന്ത് മൃഗങ്ങളാണുള്ളതെന്ന് ചോദിക്കുന്നവരോട് ഇത് തുടക്കം മാത്രം. കുറച്ച് കഴിഞ്ഞാൽ കാണാത്ത പല മൃഗങ്ങളും പക്ഷികളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. കുറേ നല്ല ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ട്. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു കാഴ്ച ഉണ്ടായിരിക്കും ആദ്യം ഓർമ്മ നമ്മളെ ഫിറോസ് ഖാൻ, നമ്മളെ വില്ലേജ് ഫുഡ് ചാനലിലെ. സമ്മർ ആനെക്കൊണ്ടാണോ എന്നറിയില്ല, കൂട്ടിലെല്ലാവർക്കും നല്ല ഉറക്കത്തിലാണ്. നല്ല ചൂടുണ്ടാവുമല്ലോ. എല്ലാ താരവും വെള്ളത്തിൽ കളിക്കുമ്പോൾ ഒരാൾ മാത്രം സിംഗിളായിട്ട് ആടെ ഇരുന്ന് ഇങ്ങനെ എന്തോ ചിന്തിക്കേണ്ട. ആളെന്തോ വിഷമത്തിലാന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ലേഡീസിൻ്റെ വീക്ക്നെസ് ആണല്ലോ പൂച്ച അറിയുന്നത്. ഇവിടെ ഒരാൾ പൂച്ചനെ കണ്ടിട്ട് പൂച്ചനെ തലോടലായി, അതിൻ്റെ അപ്പുറം കളിക്കലായി, സെൽഫി എടുക്കലായി. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് അവളായിരുന്നു കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടേ. ആഹാ, കൊള്ളാലോ, ഏതാ സെറ്റപ്പ്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കോഴിക്കോട് കാണുന്നത്. രാജകീയം എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ഈ നീളം കൊമ്പുള്ള ആടില്ലേ, ഇത് UAE നാഷണൽ ആനിമലാണ്. അറേബ്യൻ ഒറിക്സിനാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഒമാൻ്റെയും ബഹ്റൈൻ്റെയും ഒക്കെ നാഷണൽ ആനിമൽ കൂടിയാണ് കേട്ടോ. അങ്ങനെ വൈകി കാണുന്ന എല്ലാ മൃഗത്തിനും പക്ഷിയൊക്കെ പുല്ലൊടുക്കുന്നുണ്ട്. ഒട്ടപക്ഷിക്കും യമൂനും കുതിരക്കും ആടിനും എല്ലാത്തിനും കൈയുള്ള പുല്ലെങ്ങനെങ്കിലും തീർക്കണമല്ലോ. ഇവിടെ വന്നിട്ട് കാക്കനെ കണ്ടില്ലാനുള്ള പരാതി അങ്ങ് തീർന്നേ.
പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണത്. കാരണം എന്താ പറയുക, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലേയിങ് ഏരിയയും പല പല ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കുട്ടിക്ക് മാത്രമല്ല മുതിർന്നവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ പല പല ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ്. ഇവിടെ ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഐസ്ക്രീം വാങ്ങിയിട്ട് കൂളാവാന്ന് വിചാരിച്ചു. പിന്നെ അതും തപ്പി നടക്കലായി കുറച്ച് നേരം. ഏതായാലും ഞങ്ങൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു ട്രാവലിംഗ് വ്ലോഗുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.